ദുരാത്മാവ് ഒരു വ്യക്തിയിൽ കയറുന്നു എന്ന് പറയുന്നു. ഒരുപക്ഷെ നമ്മളിപ്പോൾ പഠനങ്ങൾ സഭയുടെ എല്ലാം പലപ്പോഴും പറയുന്നു ദൈവം മനുഷ്യനും പിശാചും ഒരു അരൂപിയായിട്ട് എല്ലായിടത്തും ഉണ്ട്, മനുഷ്യരുടെ ഇടയിലുണ്ട് മനുഷ്യനെ. അപ്പോൾ അത്തരത്തിൽ എല്ലാവരുടെ ഉള്ളിലേക്കും പിശാച് കയറുന്നുണ്ടോ, അതോ എങ്ങനെയാണ് നമ്മൾ ഈ ദുരാത്മാവ് ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഏതൊരു വ്യക്തിയിലും പിശാചിന് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തിൻ്റെ പാപം മൂലം പിശാചിന് ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം മനുഷ്യർ കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഇന്നുവരെ ക്യാൻസലായിട്ടില്ല. ഈശോ മിശിഹാ കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ പിശാചിനെ പരാജയപ്പെടുത്തി പിശാചിനെ കൊന്നില്ല. കൊളോസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വചനം, അവൻ കുരിശിൽ മരിച്ചപ്പോൾ പിശാചിനെ പരാജയപ്പെടുത്തി, പക്ഷേ പിശാചിനെ കൊന്നില്ല. സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത് പിശാചിൻ്റെ ഈ ഒരു ചെറിയ അവകാശം ഇപ്പോഴും റീട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ആ അവശേഷിക്കുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് പിശാച് മനുഷ്യനെ കീഴടക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. അതിന് വേദപാഠ പുസ്തകത്തിൻ്റെ 407-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, പിശാചിൻ്റെ ശക്തി പിശാചിന് വേണമെങ്കിൽ ഒരു മനുഷ്യനിൽ ഉപയോഗപ്പെടുത്താം. അത് ദൈവം അനുവദിച്ചിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിന് അത് ക്യാൻസൽ ചെയ്ത് കളയാം. മാമോസ സ്വീകരിച്ചാലും ചില കാര്യങ്ങൾ നമ്മിൽ പിശാചിന് ചെയ്യാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ട് നമുക്ക് വിടുതൽ കിട്ടിയിട്ടില്ല. ഉത്ഭവഭാവത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം കിട്ടിയിട്ടുണ്ടെങ്കിലും പിശാചിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ശരീരം മോചനം പ്രാപിച്ചിട്ടില്ല. അത് യേശുവിൻ്റെ 2ാമത്തെ വരവിൽ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു വിജയമുണ്ട് യേശുവിന്. ആ സമയത്ത് മാത്രമേ പിശാചിൻ്റെ ശക്തി പൂർണ്ണമായിട്ടും മനുഷ്യരിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയുള്ളൂ. അതുവരെയും നമുക്ക് അതിൻ്റെ മേൽ വിക്ടറിയാണ് കിട്ടുന്നത്, അതിൻ്റെ മേൽ ഒരു വിജയം കിട്ടും. ഇനി പിശാച് ആവശ്യിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നത് അവരുടെ പ്രവർത്തന ശൈലി കണ്ടിട്ടാണ്. ഈ പ്രവർത്തന ശൈലി തിരിച്ചറിയാനായിട്ട് നമുക്ക് ഒത്തിരിയേറെ വിവേചനാശക്തി വേണം, പ്രാർത്ഥന വേണം, ഒരുക്കം വേണം, പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശം വേണം. അതുകൊണ്ട് അങ്ങനെയുള്ള കഴിവുള്ള അല്ലെങ്കിൽ ദൈവം കൃപ കൊടുത്ത ഒരു വൈദ്യന് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ, വേറെ ആർക്കും തിരിച്ചറിയാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ അത് മാനസിക രോഗമായിട്ട് ചിത്രീകരിക്കാം, മാനസിക രോഗം ആയിരിക്കുകയും ചെയ്യാം. പക്ഷേ പ്രഗത്ഭനായ അല്ലെങ്കിൽ പരിചയസമ്പന്നനായ ഒരു എക്സോർസിസ്റ്റിന് ഇത് പിശാചിൻ്റേതാണോ മാനസിക രോഗമാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് വിവേചനാശക്തിയുടെ ഭാഗമാണ്, വേറെ ആർക്കും അത് കിട്ടുകയില്ല. അത്തരത്തിലേതെങ്കിലും ഒരു പ്രവർത്തനം മൂലം അല്ലെങ്കിൽ അത് അവരുടെ പ്രവൃത്തി മൂലമൊന്നും നമുക്കങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അത് മാനസിക രോഗത്തിൻ്റെ ഭാഗമാകാം, പിശാചിൻ്റെ ഭാഗമാകാം. പക്ഷേ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു വിവേചന വരം അവിടെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങനെ മനസ്സിലാക്കാനായിട്ട് ഈ എക്സോർസിസ്റ്റ് ഉപയോഗിക്കുന്ന ചില രീതികളാണ്. ഇവരറിയാതെ തന്നെ ഒരു ക്രൂശിത രൂപം കൊണ്ട് പുറകിൽ വയ്ക്കുകയോ അവർ കാണാതെ എവിടെയെങ്കിലും വയ്ക്കുകയോ ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ അവരിലൊരു തിന്മയുടെ പ്രവൃത്തിയുണ്ട്. അതല്ലെങ്കിൽ ഇവർ ഈ ചെയ്യുന്ന രീതികളുടെ ചില പ്രത്യേകതകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് മാനസികമാണോ അല്ലെങ്കിൽ പൈശാചികമാണോ എന്നറിയാൻ പറ്റും. അതിനൊരു പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ല. കാരണം പിശാചിൻ്റെ ആവാസം വഴി ഉണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസും മാനസിക രോഗം വഴി ഉണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസും ബാഹ്യലോകത്തിൽ ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ അത് പരിചയസമ്പന്നനായ ഒരു എക്സോർസിസ്റ്റിനെ അറിയാൻ പറ്റുള്ളൂ. ഇനി അദ്ദേഹം ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ശിഷ്യന്മാർക്കും ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് എക്സോർസിസ്റ്റിന് ട്രെയിനിങ് ആവശ്യം ഉണ്ട്. നമ്മൾ ഒരാളെ അല്ലെങ്കിൽ ഒരു വൈദികനെ ഇത് പഠിപ്പിച്ച് എടുക്കണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും വായിച്ചെടുക്കാവുന്നതോ പഠനത്തിൻ്റെ ഭാഗമായിട്ടോ കിട്ടുന്നതല്ല. അത് ആ പരിശുദ്ധാത്മാവ് നൽകുന്നതും പരിചയത്തിൽ നിന്ന് കിട്ടുന്നതും ആണ്. അങ്ങനെ കുറച്ച് നാളുകൾ ഒരു എക്സോർസിസ്റ്റിൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ വേറൊരു വൈദികനും ഈ കൃപ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഈ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്രെയിനിങ്ങിലേക്ക് അവരെ വിളിക്കുകയുള്ളൂ. ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും പിശാച് അവൻ്റേതാക്കി മാറ്റുമ്പോഴാണോ ഈ ഒരു ദുരാത്മാവ് കയറിയ ഒരു വ്യക്തി എന്ന രീതിയിലേക്ക് മാറുന്നത്? പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, 2 മനുഷ്യനുണ്ട് തമ്മിൽ, ബാഹ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനും, ഔട്ടർ മാൻ ഇന്നർ മാൻ. 2 കൊറിന്തോസ് 4-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ ഈ ഔട്ടർ മാനിൽ മാത്രമേ പിശാചിന് സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ നമുക്ക് 5 സെൻസസ്, നമ്മുടെ മെമ്മറി, വില്ല്, അതുപോലെ ശരീരം ഇതെല്ലാം ഉണ്ട്. പക്ഷേ ആത്മാവിലേക്ക് പിശാചിന് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ആത്മാവിൽ സഭയുടെ പ്രബോധനം അനുസരിച്ച്
ആത്മാവിലൊരു വില്ലുണ്ട്, അതുപോലെ ഒരു മെമ്മറി ഉണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതിൽ മെമ്മറി ഭാഗത്ത് ഈശോ മിശിഹ വസിക്കുന്നു, ഹൃദയഭാഗത്ത് വില്ലിൻ്റെ ഭാഗത്ത് പിതാവായ ദൈവം വസിക്കുന്നു, അരൂപിയുടെ ഭാഗത്ത് ആത്മാവിനൊരു അരൂപിയുണ്ട്, ഈ അരൂപിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ഇവിടെ ഒരാത്മാവിൽ ദൈവത്തിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഒരാത്മാവിലേക്ക് പ്രവേശിക്കാനായിട്ട് പിശാചിന് അസാധ്യമാണ്. എന്നാൽ ഈ ബാഹ്യ മനുഷ്യൻ തൻ്റെ തീരുമാനം അനുസരിച്ച് ഒരു തീരുമാനം എടുക്കുകയാണ്, അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനം എടുക്കുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ പിശാചിനായിട്ട് കൊടുക്കുന്നു, ഈ പിശാചിന് ഞാൻ നൽകുകയാണ് എന്ന് ബോധത്തോടുകൂടി ഒരാൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ അവരവരുടെ ആത്മാവിനെ പിശാചിന് വിറ്റു. അപ്പോൾ ഇവരുടെ ആത്മാവിനെ കൂടി ഈ പിശാചിന് പൊസസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആളുകൾ ഫ്രീ മേസൺസ് ഉണ്ട്, അവർ ലൂസിഫർ ആരാധനക്കാരാണ്. അതുപോലെ ഇല്ലൂമിനാന്തി ഗ്രൂപ്പുണ്ട്. ഇപ്പോഴത്തെ ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ന്യൂ ഏജ് മൂവ്മെൻറ്റ്. ഇവരൊക്കെ ബോധപൂർവം പിശാച് തൻ്റെ ആത്മാവിനെ വിറ്റിരിക്കുന്നവരാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ ആത്മാക്കളെ പിശാചിനടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ബാഹ്യ മനുഷ്യനെ മാത്രമേ തൊടാനായിട്ടോ അല്ലെങ്കിൽ ആവസിക്കാനായിട്ടോ പറ്റുകയുള്ളൂ. ഈ ബാഹ്യ മനുഷ്യൻ്റെ പ്രവൃത്തികൾ പിശാചിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ആന്തരിക മനുഷ്യനൊരു ആഗ്രഹമുണ്ട്, ഈ ബാഹ്യ മനുഷ്യനെ ഒന്ന് മോചിപ്പിച്ചെടുക്കണം. അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഇങ്ങനെ ചെയ്യരുത്, പിശാചിന് അടിമയായി പോകരുത്. പക്ഷേ അവർക്ക് അതിൽ നിന്ന് മോചനമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ടവർ ആവശ്യപ്പെടുമ്പോൾ മാത്രമേ എക്സോർസിസം പ്രാർത്ഥന ചെയ്യുകയുള്ളൂ. അവരുടെ ഒരു സമ്മതം അല്ലെങ്കിൽ ഒരു സമ്മതപത്രം നമ്മൾ എഴുതി വാങ്ങിക്കും. അവരുടെ മാതാപിതാക്കന്മാരുടെയോ ബന്ധപ്പെട്ട ആളുകളുടെയോ വേണ്ടപ്പെട്ടവരുടെയോ ഒരു സമ്മതപത്രം കിട്ടും. അല്ലെങ്കിൽ ഇവർ തന്നെ ആവശ്യപ്പെടും, എൻ്റെ പ്രവൃത്തി ഇങ്ങനെയാണ്, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല, ഞാൻ അമിതമായിട്ട് കുടിക്കുന്നു, അമിതമായിട്ട് വ്യഭിചാര ചിന്തകളിലേക്ക് പോകുന്നു, വ്യഭിചാരം ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തോന്നുകയാണ്, എനിക്കതിൽ നിന്ന് മോചനമില്ല. അപ്പോൾ അതൊരു ഒബ്സഷനായി, അല്ലെങ്കിൽ അതൊരു പൊസഷനായി. പൊസഷൻ വരുമ്പോൾ ബാഹ്യ മനുഷ്യനെ മാത്രമേ പൊസസ് ചെയ്യാൻ പറ്റുകയുള്ളൂ, ആന്തരിക മനുഷ്യനെ പൊസസ് ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ ആന്തരിക മനുഷ്യനെ ബാഹ്യ മനുഷ്യൻ വിറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പിശാചിന് കയറി പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അവരെ മോചിപ്പിക്കാൻ നമുക്ക് കൂടുതൽ പ്രാർത്ഥനകളും കൂടുതൽ പ്രാവശ്യം എക്സോർസിസം പ്രാർത്ഥനയും ചെയ്യേണ്ടതായിട്ട് വരും. ബാഹ്യ മനുഷ്യനിൽ മാത്രമേ ആവാസമുള്ളൂ എങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അവരെ മോചിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ആന്തരിക മനുഷ്യനിലേക്ക് ഈ ഒരു പിശാച് കയറുമ്പോൾ അവിടെ പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നഷ്ടപ്പെടുകയാണ് പൂർണ്ണമായും. ദൈവത്തിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം ആത്മാവിൽ നിന്ന് നഷ്ടപ്പെടുന്നില്ല. പക്ഷേ ആ ഒരു ഫാക്കൽറ്റി, ആത്മാവിൻ്റെ ഫാക്കൽറ്റികളോടുകൂടി പിശാച് ആ ഫാക്കൽറ്റികളെ പിശാചെടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ ഒരു എക്സോർസിസം പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വിടുതൽ കിട്ടുമ്പോൾ അവർക്ക് പഴയ സ്ഥിതിയിലേക്ക് വരാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും ദൈവം ഒരു മനുഷ്യനിൽ നിന്ന് പിൻവാങ്ങി പോകുന്നില്ല, പക്ഷേ ദൈവിക പ്രവൃത്തികൾ നിർവീര്യമാക്കപ്പെടുകയാണ്.